ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ സന്തോഷത്തോടെയുള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമ്മൾ ആവക്കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഇവിടെ സെൻറ്റ് ജോൺസിൽ, കട്ടപ്പനയിലെ സെൻറ്റ് ജോൺസിൽ നമ്മൾ അഡ്മിറ്റായിരുന്നു. അഡ്മിറ്റായിട്ട് ഏകദേശം 6 ദിവസമായി. അവർക്ക് വൈറൽ ഇൻഫെക്ഷൻ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. വന്നപ്പോൾ തന്നെ ഓൾറെഡി ഇച്ചിരി കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടമാനം കൗണ്ട് താന്നുപോയി. അപ്പം അങ്ങനെ ആളൊരു വകയായിട്ടുണ്ട്. ഫൈനലി നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ്. 6 ദിവസത്തിന് ശേഷം അവൾ റിക്കവറായി വരുന്നു. കൗണ്ട് ഓക്കെ ആയി എന്ന് ചോദിച്ചാൽ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളോട് കുഴപ്പമില്ല, മെഡിസിനൊക്കെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പനിയൊന്നുമില്ല കേട്ടോ. പനിച്ചിട്ട് ഇപ്പോൾ 2 ദിവസമായി അല്ലേ, പനിയൊന്നുമില്ല. വേറെ ഇപ്പം അവളെ കാണാനായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ഉള്ളിൽ ഒരുപാട് ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കൗണ്ട് കുറവായതുകൊണ്ട് അവൾക്ക് വേഗം ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പോലും അവളെ ടച്ച് ചെയ്യുമ്പം ഹാൻഡ് വാഷ് ചെയ്തിട്ട് ടച്ച് ചെയ്യാവുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കാരണം അവൾക്ക് പെട്ടെന്ന് അവൾ ഇൻഫെക്റ്റഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് 1 വീക്ക് കഴിഞ്ഞിട്ട് റിവ്യൂ ഉണ്ട് അല്ലേ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറ്റും. അതെ, അത് കഴിയും. അന്നേരം പറയാന്നാണ് പറഞ്ഞത്. മെഡിസിൻ എന്തെങ്കിലും എടുക്കണോ, ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഇടയിൽ വരികയാണെങ്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. കൊച്ചിന് എന്തെങ്കിലും അസ്വസ്ഥത ഒരു ചെറിയ നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ ആർക്കെങ്കിലും അറിയില്ല എന്താണെന്ന് പെട്ടെന്നൊരു ഇതായിരുന്നു. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയാണ് തുടങ്ങിയത്. ഞായറാഴ്ച അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ അത് നമ്മൾ പറഞ്ഞായിരുന്നു, അത് കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത്. അപ്പോൾ പറഞ്ഞു ഈ പനി ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പറഞ്ഞു അഡ്മിറ്റ് ചെയ്തു. ഒരു കണക്കിന് അഡ്മിറ്റ് ചെയ്യുന്ന ഒട്ടും വിചാരിച്ചില്ല. പക്ഷെ ഏറ്റവും നന്നായി അത് അഡ്മിറ്റ് ചെയ്തത്. നമ്മൾ സ്വയം ചികിത്സയ്ക്ക് പോയിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അതുകൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ ചിലപ്പോൾ പിന്നെ കൂടിയാൽ ഓരോ ദിവസം കാരണം എത്ര മാത്രം ഇഞ്ചക്ഷൻ കൊടുത്തും മരുന്ന് കൊടുത്തിട്ടും ആയിരിക്കുമായിരുന്നു. പിന്നെ ഒരു ദിവസം പനി വിട്ടു, നല്ലപോലെ വിട്ടു. നമ്മളന്നേരം പിറ്റേ ദിവസം പോകാൻ ഓർത്തു. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അന്ന് വൈകിട്ടായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. 5 മണി ആയപ്പോഴത്തേനും വീണ്ടും പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് കുറെ വീണ്ടും ബ്ലഡ് എടുത്ത് ഇത് ചെയ്തു. ഈവൻ ഇന്ന് രാവിലെയും കൂടി ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് കൗണ്ടൊക്കെ ഓക്കെ ആയത് കേട്ടോ. കൗണ്ട് വലിയ കുഴപ്പമില്ല. പൊക്കോളാൻ പറഞ്ഞു. പിന്നെ നന്നായി വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളോട് പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിക്കണം, തന്നെ എടുത്ത് കുടിച്ചോളൂ, വെള്ളം കുടിക്കണം. പിന്നെ വൈറ്റമിൻ്റെ അളവൊക്കെ ഇച്ചിരി കുറവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വൈറ്റമിൻ അടങ്ങുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം, കൊടുക്കണം. അതൊക്കെയാണ് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ 1 വീക്ക് കഴിഞ്ഞിട്ട് റിവ്യൂ. ഇതൊക്കെയാണ് കേട്ടോ ആവട്ടെ ശേഷം. ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ആവക്കുഞ്ഞ് വീട്ടിലേക്ക് പോവാണ് അല്ലേ. അവളെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. കാരണം ആള് ഭയങ്കരമായിട്ട് ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമന്റ് ചെയ്താണ് ആവക്കുട്ടീനെ കാണും. എപ്പോഴും ചിരിച്ച് മാത്രം കണ്ടിട്ട് ഇങ്ങനെ കണ്ടുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ നമ്മുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. വീഡിയോ കണ്ടിട്ട് ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ. റേഞ്ചിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട്. അതുകൊണ്ട് വീട്ടിൽ നിന്നൊന്നും ആർക്കും വീഡിയോ കോൾ വിളിച്ചുള്ള കാണാനൊന്നും വരുന്നില്ല. അപ്പം മമ്മി പോലും കാണുന്നത് ഈ വീഡിയോയിൽ കൂടെയാണ്. അങ്ങനെ പറഞ്ഞ് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. അത്രയും ക്ഷീണിച്ചു പോയി അവൾ. ക്ഷീണം മാത്രമല്ല, മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടായി പോയി. അപ്പം അവളൊന്ന് ഓക്കെ ആയി വന്നിട്ട് തീരെ വയ്യാണ്ടാവും. കുഞ്ഞുങ്ങളുടെ കാര്യം പിന്നെ പറയാൻ കണ്ടല്ലോ. ഡോക്ടർ പറഞ്ഞത് വൈറൽ ഇൻഫെക്ഷൻ അവൾക്ക് ഭയങ്കരമായിട്ട് കൂടിപ്പോയി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മേല് ഫുള്ളും റാഷസ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ താന്നു തുടങ്ങി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല രീതിക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ലതായിട്ട് നടന്നു. അപ്പോൾ അതൊക്കെയാണ്. അതുകൊണ്ടാണ് അവളെ കാണിക്കാത്തത്. ഇനി എന്തെങ്കിലും ഞങ്ങൾ എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷം ആവക്കുട്ടി ഇല്ലായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ 2 പേര് അച്ഛനും വീട്ടിൽ പോകുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യം വീട്ടിൽ പോയി. അപ്പോൾ ഇവളെയും കൊണ്ടുപോവാണ്. ഞങ്ങളിങ്ങോട്ട് ബൈക്കിലാണ് വന്നത്. തിരിച്ച് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പോയി വീട്ടിലെ സർവ്വസാധനങ്ങൾ ഇങ്ങോട്ട്. അപ്പം എന്തായാലും പോയിട്ട് ഇനി അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ അല്ലേ. ഹലോ, അപ്പം ഞങ്ങൾ തിരിച്ചതാ വീട്ടിലെത്തി. ഏകദേശം ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മളിവിടെ സ്റ്റേ ചെയ്തില്ലല്ലോ. നമ്മൾ ആരും സ്റ്റേ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതുമുള്ള നമ്മൾ തുടച്ച് വൃത്തിയാക്കി നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സും ബെഡ്ഷീറ്റ് സർവത്രാദി സാധനങ്ങളും നമ്മൾ കഴുകി
അമ്മ ഒന്നും പറയണ്ട, ഭയങ്കര. അച്ഛ തുണിയെല്ലാം അലക്കി ഞാൻ പെരയ്ക്കാൻ മുഴുവനും തുടച്ചു, ബെഡ്ഷീറ്റ് എല്ലാം എടുത്ത് കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ടോ. കാരണം നമ്മൾ കിടന്നത് ഹോസ്പിറ്റലിലാണ്, അപ്പം ഒരു തരത്തിലുള്ള ഇൻഫെക്ഷനും നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് വൃത്തിയാക്കി. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു 1.5 പണിയായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നമ്മൾ കൊണ്ടുപോയ ബാഗും എല്ലാ സാധനങ്ങളും കഴുകാത്തതായിട്ടൊന്നും ബാക്കിയില്ല, എല്ലാം കഴുകി. അലമാരിക്കകത്തിരുന്ന തുണികളല്ല ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ വാഷ് ചെയ്തു കേട്ടോ. ഈവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഉപയോഗിക്കാതെ കൊണ്ടുപോകുന്ന തുണികളൊക്കെ ഉണ്ട്, അതുവരെ നമ്മൾ വീണ്ടും കഴുകി. കാരണം ഒരു ചെറിയ ഒരു ഇൻഫെക്ഷൻ മതി. കാരണം അവൾക്ക് കൗണ്ട് കുറവായതുകൊണ്ട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തരത്തിലുള്ള ഇൻഫെക്ഷനായ ഒന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം ചെറിയൊരു ഇത് മതി, ഇനിയും കൗണ്ട് കുറയും, അത് വേഗം ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്രയും കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ചെല്ലണം, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം വൃത്തിയാക്കി. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നല്ലേ, അപ്പോൾ എല്ലാം ചെയ്യണമല്ലോ. എല്ലാം ചെയ്തു. നമ്മുടെ അച്ചാച്ചനും ആവക്കുട്ടനും 2 ആളും ഉറങ്ങുവാണ്, അതുകൊണ്ടാണ് 2 പേരെ ഉൾപ്പെടുത്താത്തത്. ഇല്ലേ, അറ്റ്ലീസ്റ്റ് അച്ഛനെങ്കിലും ഞാൻ കാണിച്ചത്. രാവിലെ മുതൽ വന്നപ്പോൾ മുതൽ വീഡിയോയുടെ ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷെ നമുക്ക് പണിയും തിരക്കെല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും പറ്റണില്ല. പിന്നെ അവളുടെ വഴക്കും അസ്വസ്ഥതകളൊക്കെ മാറി വരുന്നതേ ഉള്ളൂ, പനിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും പനിച്ചതിൻ്റെ ആ ഒരു വൈറൽ ഇൻഫെക്ഷൻ്റെ ക്ഷീണം വിട്ടുമാറണമെങ്കിൽ കുറേ അധികം സമയമെടുക്കും തോന്നുന്നു. അപ്പോൾ ആളിപ്പോഴും ഫുഡൊന്നും അങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടില്ല, ഒന്നും തന്നെ അങ്ങനെ കഴിക്കാറായിട്ടില്ല. അപ്പോൾ ഒന്ന് ഓക്കെ ആയി വന്നതിന് ശേഷം നമ്മൾ ആ കുട്ടീനെ കാണിക്കട്ടെ. കാരണം എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേര്, സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോ 1000 പേരല്ലെങ്കിൽ 10,000 പേര് കാണുന്നുണ്ടെങ്കിൽ അത് ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കൊരു വിഷമാവും എനിക്കറിയാം. എന്നാലും നമ്മൾ നമുക്ക് തന്നെ ഈ അവസ്ഥയിൽ അവളെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അത്രത്തോളം ആൾ ക്ഷീണിച്ചു. അല്ല, നമുക്ക് പിന്നെ കുഴപ്പമില്ല, ക്ഷീണിക്കുന്നതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞ് സേഫായിട്ട് നമുക്ക് കിട്ടാമെന്നുള്ളതാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും അവൾക്കിപ്പം കുഴപ്പങ്ങളൊന്നുമില്ല. ചില സമയങ്ങളിൽ നമ്മൾ കയ്യിൽ നിന്ന് പോയിട്ട് ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം 5 ദിവസം കഴിഞ്ഞിട്ടും ഒരു പൊടിക്ക് പോലും ടെമ്പറേച്ചർ കുറയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഭയങ്കരമായിട്ടിരുന്ന് ഞാൻ കരഞ്ഞു. ടെമ്പറേച്ചർ നമുക്ക് തെർമോമീറ്റർ ഉണ്ട്, ടെമ്പറേച്ചർ നോക്കും, ഞാനിരുന്ന് കയ്യിൽ ടെമ്പറേച്ചർ നോക്കും, കരയും. ഇത് തന്നെയായിരുന്നു പരിപാടി. കുറേ അധികം വിഷമിച്ചു. നമുക്കറിയില്ല എന്താണ് ഉള്ളിൽ നടക്കുക, അവൾക്കൊന്നും പറയാൻ പോലും അറിയില്ലല്ലോ. അതുപോലെ തന്നെ ഓരോ തവണത്തെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോഴുള്ള പ്രിക്ക് കാര്യങ്ങൾ, വേദന, കരച്ചിൽ, വഴക്ക് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കുഞ്ഞു പിള്ളേർക്ക് എന്തെങ്കിലും വന്നാൽ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇതായിപ്പോയി. ഒരുപാട് കരഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഇല്ലായിരുന്നു, അത്രത്തോളം കരഞ്ഞു കേട്ടോ. അപ്പോൾ അച്ഛയ്ക്ക് സങ്കടം ഉണ്ട്, എന്നാലും ചോദിക്കും എന്തിനാണ് കരയുന്നത് ചോദിക്കും. പക്ഷെ അറിയില്ല, അവളെ കാണുമ്പോൾ പിന്നെ സങ്കടം വരുവാണ്. അപ്പോൾ ആ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഓക്കെ ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുറയാത്തത് എന്ന് നമുക്കറിയില്ല. കാരണം ടെമ്പറേച്ചർ കുറയാനുള്ള മരുന്ന് കൊടുക്കും, അത് 1, 2, 3 ടൈപ്പ് സാധനങ്ങളാണ് കൊടുക്കുന്നത്. എന്നിട്ടും ഒരു പൊടിക്ക് പോലും കുറയണില്ല എന്ന് പറയുമ്പം ഭയങ്കരമായിട്ട്. അപ്പോഴത്തേക്കും ഡോക്ടർ പിന്നെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം, എന്താണ് നമുക്ക് കണ്ടുപിടിക്കാം, കറക്റ്റായിട്ടുള്ളത് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു മെൻ്റലി സപ്പോർട്ട് തരുന്ന ഒരു രീതിയിൽ നല്ലതായിരുന്നു കേട്ടോ. ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആയാലും നമ്മുടെ മെയിൻ ഡോക്ടറായ പീഡിയാട്രീഷ്യൻ ആയാലും എല്ലാവരും ആരാണെങ്കിലും നല്ലതായിരുന്നു. അപ്പോൾ വളരെ ഹോസ്പിറ്റൽ ബേസിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വളരെ മോശം ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കൾക്ക് നല്ല ആർക്കും വയ്യാഴികളൊന്നും വരാതിരിക്കട്ടെ. കാരണം അവിടെ കിടക്കുന്ന കുഞ്ഞാണ് പിന്നെയും വേദനകളൊക്കെ ആയിട്ട് കുറേയൊക്കെ കോംപ്രമൈസ് ചെയ്തത് കേട്ടോ. ബാക്കിയുള്ളവരാരും കുഞ്ഞുങ്ങൾ കരയണ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലെ കരയുന്നുണ്ടായിരുന്നു. ചിലർ കുഞ്ഞ് വേദന പോലെ സഹിക്കത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് പോരാൻ നേരത്ത് പോരുന്നതെന്ന് നമുക്ക് രാവിലത്തെ ബ്ലഡ് ടെസ്റ്റിന് അവൾക്ക് കുത്തിയത് പോലും അവൾ അറിഞ്ഞിട്ടില്ല. കാരണം ചിരിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേയൊക്കെ വേദനകൾ അവൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പോലും എനിക്ക് പേടിയാണ് ഇഞ്ചക്ഷനൊക്കെ. പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവുമല്ലോ അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.